ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്ര സീരിയൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറയാൻ പോണത് ഇതിന്റെ തമിഴ് വേർഷന്റെ ഭാഗം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വേദയും വിക്രവും കൂടി ആ ഒരു തണുപ്പത്തെ പ്രണയിച്ച് നടക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. അപ്പൊ ഇനിയും അങ്ങോട്ട് അത് തന്നെയാണ് കാണാൻ പോകുന്നത്. നമ്മുടെ വേദയും വിക്രം അങ്ങനെ പ്രണയിച്ച് നടക്കുകയാണ്. വേദയാണെങ്കിൽ രാവിലെ തന്നെ വിക്രം കെട്ടിക്കൊടുത്ത ചോറും മീൻകറിയൊക്കെ കൂട്ടിക്കൊണ്ട് നല്ല ടിഫിൻ ബോക്സിലൊക്കെ ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട് മേരി ചേച്ചിയുടെ കൂടെയായിട്ട്. അങ്ങനെ അവിടെ പോയിട്ട് മെഷീൻ കട്ട് വെച്ചിട്ടാണ് നമ്മുടെ വേദനെ ജോലി ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അപ്പൊ വേദ പെട്ടെന്ന് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചെറുക്കനുണ്ടല്ലോ നമ്മുടെ മുതലാളി ചെക്കൻ, അപ്പൊ ആ ചെക്കൻ അവിടേക്ക് വരുന്നുണ്ട്, ധ്രുവൻ കേട്ടോ. അവനവിടേക്ക് വന്നിട്ട് വേദനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദക്ക് അത് വല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. മേരി ചേച്ചി അതൊക്കെ നോട്ട് ചെയ്യുന്നുട്ടോ. അപ്പൊ ചേച്ചി പറയുന്നുണ്ട്, വേദ അവന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ, അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവനിങ്ങനെ ചോര കുടിപ്പിക്കുന്ന പോലത്തെ ഒരു നോട്ടം ഉണ്ട്. സാരില്ല മേരി, നമുക്ക് മൈൻഡ് ചെയ്യാതിരുന്നാ പോരെ ചേച്ചി. മൈൻഡ് ചെയ്യാതിരുന്നാ മതി. അവന് എന്തൊക്കെയോ ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വേദക്ക് ഒരു കാര്യം അറിയാവോ, കഴിഞ്ഞ മാസം ഒരു പെൺകുട്ടിയുടെ വന്നിരുന്നു. ഒരു 18 or 19 വയസ്സ് കാണുമായിരിക്കും. ആ പെൺകുട്ടിനെ ചോര കുടിപ്പിക്കുന്ന രീതിയിൽ നോക്കി അവസാനം ആ പെൺകുട്ടി ജോലി കളഞ്ഞു പോവേണ്ടി വന്നു. പിന്നെ വേറൊരു പെണ്ണെ ഇവൻ കേറി പിടിച്ചിട്ടുണ്ട്. സുന്ദരികളുടെ പെണ്ണുങ്ങളെ കാണുമ്പോഴേ ഇവന് അങ്ങനെയാണ് എന്ന് പറയാണ്. അവന്റെ അസുഖം ഞാൻ മാറ്റി കൊടുത്തോളാം എന്ന് വേദ പറയുന്നുണ്ട്. അങ്ങനെ വേദന ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഹലോ, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ധ്രുവം വിളിക്കുകയാണ്. നിന്നെയാണല്ലോ വേദ വിളിക്കണത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് വേദ അടുത്തേക്ക് പോവാണ്. പുതിയ സ്ഥലത്ത് ജോലി എടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു പേപ്പർ ഉണ്ട്, എഗ്രിമെന്റ് പേപ്പർ. ആ പേപ്പറിൽ സൈൻ ഇടണം. ഇത് വലിയ കമ്പനിയും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ എങ്കിലും ഒരു ജോലിക്ക് കയറുമ്പോ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ 10 or 100 കുടുംബത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്ത് കൊടുക്കുകയാണ്. വേദ ചോദിക്കേണ്ടി ഇത് എന്താ ചോദിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ജോലിക്ക് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭമോ വിഹിതമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാനുള്ള ആ ഒരു പേപ്പറാണ്. വായിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാവുന്നില്ല, നിനക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ, ഒപ്പിട് എന്ന് പറയാണ്. വേദ അത് വായിച്ചു നോക്കുമ്പോ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ തന്നെയാണ് എഴുതിയേക്കണത്. അത് മാത്രല്ല, അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ല എന്ന രീതിയിലും അതിലൊരു നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ധ്രുവം പറയുന്നില്ല. പക്ഷെ വേദക്ക് അത് വായിക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം വേദ ഒപ്പിടുവാണ്. മലയാളത്തിലായിരിക്കും ഒപ്പിടുന്നത് എന്ന് വെച്ചിട്ട് ധ്രുവം നോക്കുമ്പോഴേക്കും നല്ല സ്റ്റൈലായിട്ട് നല്ല ഡോക്ടർമാർ ഒപ്പിടുന്ന പോലെയാണ് വേദ ഒപ്പിട്ട് വെക്കുന്നത്. നിന്റെ സൈൻ കണ്ടു കഴിഞ്ഞാലേ നീ നല്ല പഠിപ്പും വിവരമുള്ള പെണ്ണിനെ പോലെ തോന്നല്ലോ. ഡോക്ടർമാരും വക്കീലന്മാരും വലിയ എഞ്ചിനീയേഴ്സ് ഒക്കെ ഇടുന്ന പോലെയാണല്ലോ ഒപ്പിടുന്നത്. ഒപ്പിനൊരു കുറവുമില്ല, നിന്നെ പോലെ നല്ല അടിപൊളി ഒപ്പ്, സ്റ്റൈലിനൊപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ധ്രുവൻ അവിടെ പോവാണ്. വേദക്ക് ഇവൻ മിക്കവാറും മേടിച്ചു കൂട്ടും. ഇവിടെ കഞ്ഞി കുടിച്ച് കുറച്ചുനാൾ കഴിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിവൻ നശിപ്പിക്കുമെന്നാണല്ലോ തോന്നുന്നത് എന്ന് വേദയും വിചാരിക്കുന്നുണ്ട്. ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വേദക്ക് നല്ല പനി കേട്ടോ. വിക്രം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ വേദ, ഈ മഞ്ഞത്തും വെയിലത്തൊന്നും പണിയെടുക്കണ്ടെന്ന്, തനിക്കതൊന്നും ശീലമില്ലെന്നേ. തനിക്ക് AC കാറിൽ സഞ്ചരിച്ച് AC വീട്ടിൽ നിന്നിട്ട് നമ്മുടെ കോടതിയില്, അതായത് വെയിലൊന്നും കൊള്ളാതെ കോടതിയിൽ പറ്റുന്ന പണിയെ തനിക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വിക്രത്തിനോട് പറഞ്ഞത്, അത് വേറൊന്നല്ല വിക്രം, നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി പ്രണയിക്കാൻ വേണ്ടിട്ടേ രാത്രി മഞ്ഞത്ത് പോയില്ലേ, അതിന്റെയാണ്, അല്ലാതെ ജോലി എടുത്തേന്റെ ഒന്നും അല്ല എന്ന് പറയണം. താൻ എന്തായാലും റെസ്റ്റ് ചെയ്യടോ, ഇന്ന് പണിക്ക് പോകണ്ട, തനിക്ക് നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാണ്. പനി ഒട്ടും കുറവില്ലല്ലോ, ഞാനേ ഒരു കാര്യം ചെയ്യാം, വൈദ്യരെ കഴിഞ്ഞിട്ട് വല്ല മരുന്ന് മേടിച്ചിട്ട് വരാം. ശരി എന്ന് പറയാണ്. എനിക്ക് ഇന്നാണെങ്കിൽ ആ തോട്ടത്തിൽ പണിക്ക് പോകേണ്ട കാര്യമുണ്ട്. വിക്രം പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ മേരി ചേച്ചി ഉച്ച കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ, എങ്കിലും പോയിട്ട് പെട്ടെന്ന് വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേദക്ക് മരുന്നും അതുപോലെ തന്നെ വെള്ളവും ചായയും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് വിക്രം അവിടെ നിന്ന് പോകണം കേട്ടോ. മേരി ചേച്ചി ഉച്ചക്ക് വരാന്നാണല്ലോ പറയണത്. അപ്പൊ രാവിലെ മേരി ചേച്ചി പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ ധ്രുവൻ ചോദിക്കണ്ട്, അല്ല ഇന്ന് മറ്റേ ആള് വന്നില്ലേ? ഇല്ല സർ, അവൾക്ക് ഒട്ടും സുഖമില്ല, പനിയാണ്. ജോലി കിട്ടിയില്ല, അതിനു മുമ്പ് ലീവ് എടുക്കാൻ വേണ്ടി തുടങ്ങിയോ? അല്ല ശരിക്കും പനിയാ സർ, ഞാൻ രാവിലെ പോയി നോക്കിയിരുന്നു, മരുന്ന് കൊടുത്തിട്ടാ വന്നത്. ശരി, അല്ല അവരെവിടെയാ നിക്കണത് എന്ന് ചോദിക്കുമ്പോ ആദ്യം മേരി ചേച്ചി ഒന്നും പറയുന്നില്ല കേട്ടോ. എന്താ അവരെവിടെയാ നിക്കണേന്ന്? അതിവിടെ തൊട്ടടുത്ത് തന്നെയാ സർ. ശരി എന്ന് ധ്രുവം പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങളൊക്കെ വേഗം പണിയെടുക്ക്, ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും എല്ലാവരും ഇറങ്ങാൻ പാടുള്ളൂ. അപ്പൊ മേരി പറയുന്നുണ്ട്, എനിക്കൊന്ന് പോണം സർ, ഉച്ച കഴിയുമ്പോഴേക്കും വേദന അടുത്തേക്ക് പോണം, അവിടെ വേറെ ആരും സഹായത്തിനില്ല. ഉച്ച കഴിയുമ്പോഴല്ലേ ആലോചിക്കാം എന്ന് പറയാണ്. അപ്പൊ അവിടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ധ്രുവനാണെന്നുണ്ടെങ്കിൽ പതുക്കെ വേദന അടുത്തേക്ക് പോവാട്ടോ. വാതിൽ മുട്ടുമ്പോ നമ്മുടെ വേദ വിചാരിക്കും വിക്രമാണെന്ന്. വേദ സന്തോഷത്തോടെ വാതിൽ തുറക്കുമ്പോ ഈ ധ്രുവനാണ് കേട്ടോ. ധ്രുവൻ സന്തോഷത്തോടു കൂടി തന്നെ കുറച്ച് ആപ്പിളൊക്കെ ആയിട്ട് വരുവാണ്. എന്നാ പിടിക്ക് കഴിക്ക്, സുഖമില്ലെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വന്നതാണ്, അല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നൊക്കെ പറയണ്ട. അപ്പൊ നമ്മുടെ അനിയൻകുട്ടൻ അവിടെ നിൽക്കുമ്പോഴേക്കും ധ്രുവൻ ചോദിക്കണ്ട്, ഇതാരാ, അനിയനാണോ? അതെ അനിയൻകുട്ടനാണ്. ഹായ് അനിയൻകുട്ട എന്ന് പറയുമ്പോ നമ്മൾ അനിയൻകുട്ടനൊന്നും മിണ്ടുന്നൊന്നും ഇല്ല കേട്ടോ.
ധ്രുവനെ മനസ്സിലായി, ഓ ഇയാൾ ഉള്ളതും ഇല്ലാത്തതും കണക്ക് തന്നെയാണ്, ഇവിടെ വേറെ ആരുമില്ല, ഇടക്കിടയ്ക്ക് ഇവിടെ കാണാൻ വരികയും ചെയ്യാം, അല്ല അകത്ത് കയറുന്നൊരു ചായ ഒന്നും തരുന്നില്ലേ, എനിക്ക് ഒട്ടും വയ്യ, അതിനെന്താ ഞാനിട്ട് തരാം, വേണ്ട സാർ പോയിക്കോളൂ, മേരി ചേച്ചി ഇപ്പൊ വരും, ആ ആയിക്കോട്ടെ എന്നൊക്കെ പറയണ്ട. പക്ഷെ വേദന ഒന്ന് അടിമുടി നോക്കിയിട്ടാണ് ധ്രുവം പോണ കേട്ടോ. പിന്നീട് അങ്ങോട്ട് വേദന കാണാനും വേദനത്ത് മനപ്പുറം തൊട്ടുരുമി നിൽക്കാനൊക്കെ ധ്രുവൻ ഒരുപാട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ധ്രുവന്റെ അന്ത്യം മിക്കവാറും നമ്മുടെ വിക്രത്തിന്റെ കയ്യിൽ നിന്നോ ആനിയൻകുട്ടന്റെ കയ്യിൽ നിന്നോ ആയിരിക്കും. മിക്കവാറും ആനിയൻകുട്ടന്റെ കയ്യിൽ നിന്ന് അവന ചാൻസ്. കാരണം വിക്രം ഇനി ഒരു പ്രാവശ്യം കൂടി ജയിലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. തമിഴിൽ അങ്ങനെയാണ്, ഒരു പ്രാവശ്യം കൂടി ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ ഈ ധ്രുവനെ കൊന്നിട്ടൊന്നും അല്ല കേട്ടോ, മറ്റേ കേസായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. തമിഴിൽ അങ്ങനെയാണ്. പക്ഷെ ഇതിലിപ്പോ ഈ ഒരു ക്യാരക്ടർ വന്നോണ്ട് എനിക്കൊരു സംശയം, ഇയാൾ എന്തെങ്കിലും അപകടപ്പെടുത്തിയിട്ടാണോ വിക്രമിന് ജയിലിൽ പോകുന്നതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് അനിയൻകുട്ടൻ തന്നെയായിരിക്കും വേദക്ക് ഇയാളെ കൊണ്ടുള്ള ശല്യം തീർത്തു കൊടുക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു ഭാഗങ്ങൾ ഇനി നമുക്ക് 2 ആഴ്ചയും കൂടി ഉണ്ടാവും കേട്ടോ. അതിനുശേഷമാണ് ഇവർ പിന്നെ നാട്ടിലും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് പോണത്. അപ്പൊ അപ്പോഴാണ് നമ്മുടെ വേദ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അറിയണത്. അത് നമുക്ക് അടുത്ത് തന്നെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.